അവന്റെ അതിപരിസമായി നാം വാഴ്ത്ത ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമൊക്കെയുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം എന്റെ 5-ാമത്തെ വാക്യം. പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. ഒന്നുകൂടെ വചനം വായിക്കുകയാണ്. പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിച്ചു എന്നുള്ളതാണ് നാം തിരുവെഴുത്തിൽ വായിച്ച ഭാഗം. ഹല്ലേലൂയ. എത്രയോ കാലങ്ങൾക്ക് മുമ്പേ എഴുതപ്പെട്ടതും പ്രസംഗിക്കപ്പെട്ടതും ദൈവം ഉപയോഗിച്ചതുമായ നോഹയെക്കുറിച്ച് ആമീൻ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പത്രോസ് അതിവിടെ നമ്മെ ഓർപ്പിക്കുക. രക്തം ചെയ്യും. എന്തിനാണ് നമ്മളെ ഇത് ഓർപ്പിച്ചത്? നമ്മളൊന്ന് മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇന്ന് കർത്താവ് നമുക്കിട്ട് വിളിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ നീതിപ്രസംഗിയായ നോഹ എന്ന് പറഞ്ഞതുപോലെ നീതി പ്രസംഗിക്കുന്നവൻ, നീതിപ്രസംഗി. അപ്പം ദൈവം ആഗ്രഹിക്കുന്നതല്ല എന്താണ്? നമ്മൾ നീതിയുടെ പ്രസംഗം, നീതിയുടെ വാക്കുകൾ കേൾക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അനീതിയെ ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അനീതി ദൈവത്തിന് അറപ്പാണ്. അതുകൊണ്ട് ആ കാലഘട്ടത്തിലുള്ള സകല ജനങ്ങളും എന്ന് പറഞ്ഞാൽ നോഹയുടെ കാലഘട്ടത്തിലുള്ള സകല ജനങ്ങളും അനീതിയിൽ മുങ്ങിക്കുളിച്ചു കിടക്കുമ്പോൾ, അനീതി കൊണ്ട് നിറഞ്ഞു കിടക്കുമ്പോൾ ഒരു മനുഷ്യനെ ദൈവം നീതിമാനായിട്ട് എഴുന്നേൽപ്പിച്ചു. ആ മനുഷ്യനാണ് നോഹ. ആ പുള്ളി നീതിപ്രസംഗിയാണെന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുക. ഇത് തന്നെ നിങ്ങളിലൂടെയും ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അപ്പം പുരാതന ലോകത്തെയും ആദരിക്കാതെ, ഹല്ലേലൂയ, ഭക്തി കെട്ടവരുടെ ലോകത്തിൽ എന്ന് പറഞ്ഞാൽ ഭക്തി കെട്ടവരുടെ, അനീതി നിറഞ്ഞവരുടെ ലോകത്തിൽ ദൈവം ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയോട് കൂടെ, അല്ലെങ്കിൽ നോഹ 7 പേരോട് കൂടെ എന്ന് പറഞ്ഞാൽ നോഹയുടെ ഭാര്യയും ആൺപിള്ളേർ 3 പേരും അവരുടെ മരുമക്കളും, നോഹയടക്കം 8 പേരെ യഹോവയായ ദൈവം പ്രളയത്തിൽ അകപ്പെട്ടു പോകാതെ പാലിച്ചു എന്നുള്ളതാണ്. കാരണം ആമേൻ നോഹ ഒരു നീതി പ്രസംഗിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ നോഹ നീതി പ്രസംഗിച്ചു. അല്ലയോ, നമ്മൾ നീതിയുടെ വചനങ്ങൾ പ്രസംഗിക്കണം. സ്തോത്രം. കർത്താവ് ഉന്നയിച്ചിട്ടുള്ള നീതി വ്യവസ്ഥകളിൻ പ്രകാരം ജീവിക്കണമെന്ന് നോഹ ആ കാലഘട്ടത്തിലെ ജനത്തോട് ഉപദേശിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇത് തന്നെയാണ് പുതിയ നിയമസഭയ്ക്ക് ദൈവം നൽകുന്ന ഉപദേശങ്ങളും യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ സുവിശേഷങ്ങളിലൂടെ നമ്മോട് സംസാരിച്ചതും. ആമിലലിയ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ദൈവസഭയ്ക്ക് അടിസ്ഥാനമിട്ടുകൊണ്ട് നമുക്ക് ലേഖനങ്ങൾ എഴുതി തരുമ്പോഴും പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞിട്ടുള്ളതുപോലെ നീതി വ്യവസ്ഥകളിൻ പ്രകാരം ജീവിക്കാൻ ദൈവം ഉപദേശിക്കുന്നത്. അല്ലെങ്കിൽ കർത്താവ് തന്റെ ശബ്ദം നീതിയുടെ ശബ്ദമായിട്ട്, അല്ലെങ്കിൽ മനസാക്ഷിയായിട്ട് വെച്ചിരിക്കുക. സ്തോത്രം. അപ്പം ദൈവത്തിന്റെ ശബ്ദം നീതിയുടെ ശബ്ദമായി ദൈവം നമ്മളിൽ നിറച്ചിട്ട് നമ്മെ ഒരു നീതി പ്രസംഗിയാക്കി മാറ്റുക. അപ്പൊ നമ്മുടെ ശബ്ദം ആരുടെ ശബ്ദമാണ്? ദൈവത്തിന്റെ ശബ്ദമാണ്. ഹല്ലേലൂയ. അത് നീതിയുടെ ശബ്ദമാണ്. ആ ശബ്ദം തന്നിട്ടാണ് കർത്താവ് നമ്മെ നീതിപ്രസംഗിയായി ഈ ഭൂമിയിൽ മാനവകുലത്തിന്റെ നടുവിൽ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ നീതിപ്രസംഗിയായ നിങ്ങളുടെ പേരിട്ട് വിളിച്ചാൽ മതി, നോഹ വിളിച്ച പോലെ. അപ്പൊ എത്ര ശ്രേഷ്ഠമായ പദവികളൊക്കെയാണ് നമ്മുടെ കർത്താവ് നമുക്ക് നൽകുന്നത്. അപ്പൊ മനസ്സാക്ഷിക്ക് വിരോധമായി നടക്കുന്നത് പാപമാണ്. മനസ്സാക്ഷിക്ക് വിരോധമായി, ദൈവവചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് വിരോധമായി നടക്കുന്നത് പാപമാണ്. നോഹയുടെ കാലഘട്ടത്തിലും ഇത് തന്നെയാണ്. വചനവിരുദ്ധമായി, നീതിയുടെ വ്യവസ്ഥയ്ക്ക് വിരോധമായി, അല്ലെങ്കിൽ സ്തോത്രം, മനസാക്ഷിക്ക് വിരോധമായി നടന്ന സകല ജനത്തെയും നോഹയും നോഹയുടെ കുടുംബത്തെ ഒഴിച്ച് സകല ജനത്തെയും പ്രളയത്തിൽ മുക്കിക്കളഞ്ഞു.
പ്രളയം അവരെ നശിപ്പിച്ചു. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നമ്മൾ ഈ ഭൂമിയിൽ ലഭിച്ചിരിക്കുന്ന സമയം അല്പം മാത്രമാണ്. അവിടെ നമ്മൾ നീതിയോടെ പ്രസംഗിച്ച് നീതിയോടെ ജീവിച്ച് കർത്താവിന്റെ ശബ്ദമായി, നീതിയുടെ ശബ്ദമായി, മനസാക്ഷിക്ക് അനുയോജ്യമായ രീതിയിൽ, ദൈവവചനത്തിന് അനുയോജ്യമായ രീതിയിൽ നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും മറ്റുള്ളവരോട് ഉപദേശിക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുക. രക്തം ചെയ്യും. നിങ്ങളെ അതിനു വേണ്ടിയിട്ടാണ് ദൈവം ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ പറയും, സാധാരണക്കാരായ എന്നെ കൊണ്ട് പ്രസംഗിക്കാനൊന്നും പറ്റത്തില്ല, എനിക്ക് പ്രസംഗ പാഠമൊന്നുമില്ല, പ്രസംഗിക്കാൻ അറിയത്തില്ല, പ്രസംഗിക്കാനുള്ള കൃപയില്ല എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ നിങ്ങളോട് ദൈവം പറയുന്നത് നിങ്ങൾ പ്രസംഗിക്കണമെന്നാണ്. ഹല്ലേലൂയ. എന്ത് പ്രസംഗിക്കണമെന്നാണ്? ദൈവവചനം പ്രസംഗിക്കണമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ രാഷ്ട്രീയം പ്രസംഗിക്കാനോ മതപ്രസംഗം നടത്താനോ, ഹല്ലേലൂയ, നിങ്ങൾ അനുശോചന പ്രസംഗം നടത്താനോ പ്രതിഷേധ പ്രസംഗം നടത്താനോ വെല്ലുവിളി പ്രസംഗം നടത്താനോ ഒക്കെ നിങ്ങൾ ഒരുമ്പിടുന്നവരാ. അതിന്റെ നടുവിൽ യേശു നമ്മോട് പറഞ്ഞത് എന്താ? കർത്താവ് പറഞ്ഞത്, നിങ്ങൾ മനസാക്ഷിയുടെ ശബ്ദമായി, നീതിയുടെ ശബ്ദമായി, കർത്താവിന്റെ ശബ്ദമായി മനസാക്ഷി കെട്ട ലോകത്തിൽ ജീവിക്കുന്ന ഈ ജനത്തോട് ക്രിസ്തുവിൽ നീതിയുടെ ശബ്ദമായി ജീവിക്കണമെന്ന് സുവിശേഷം പറയാനാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് നമ്മോട് പ്രസംഗിക്കാൻ പറഞ്ഞത് സുവിശേഷമാണ്. അപ്പൊ നിങ്ങൾ എവിടെ അത് പറഞ്ഞിട്ടുള്ളതെന്ന്? അത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലേക്ക് എന്റെ ലാസ്റ്റ് വന്നാൽ കാണാൻ കഴിയും. യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളാം. നമ്മുടെ കർത്താവ് നമ്മോട് കൽപ്പിച്ചതൊക്കെ നാം ജനത്തെ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളണമെന്നാണ് കർത്താവ് നമ്മോട് പറഞ്ഞത്. അപ്പൊ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ഇവിടെ ഭൂമിയിലാക്കിയത്. ഹല്ലേലൂയ. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നീ കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കണം. ദൈവം നിന്നെ നീതിമാനായിട്ട് തെരഞ്ഞെടുത്തതാണ്. നീ ഒരു നീതിമാനായിരിക്കണമെന്ന് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ നാവിൽ നിന്ന്, നിങ്ങളുടെ അതരത്തിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദം, നീതിയുടെ ശബ്ദം, മനസാക്ഷിയുടെ ശബ്ദം നിങ്ങൾ പുറപ്പെടുവിക്കണം. അത് ദൈവത്തിന്റെ വചനമായി വരണം. അനീതി കെട്ടവരുടെ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ മുഴുവൻ അനീതി നിറഞ്ഞു കിടക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ വചനം ശക്തിയോടെ വിളിച്ചു പറയണമെന്ന് രക്തം ചെയ്യും. ഇവിടെ നീതിമാനായ ലോത്തിനെ വിടുവിച്ചുവെന്ന് 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 5 തൊട്ട് 8 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാനുണ്ട്. അപ്പം പഴയ നിയമ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ലോത്തിനെ ഒരു നീതിമാനായി അംഗീകരിക്കാൻ ആരും തയ്യാറാകുമായിരുന്നില്ല. എന്നാൽ ഈ വാക്യത്തിൽ അവനെ നീതിമാനായ അല്ലൊരു സ്തോത്രം അല്ലെങ്കിൽ നോഹ എന്ന് ലോത്തിനെ കുറിച്ച് പറയുമ്പോഴും അത് കാണുന്നുണ്ട്. നീതിമാനായ ലോത്തൊന്നും ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കി, സ്തോത്രം, നീതിമാനായ നോഹ, അതേപോലെ തന്നെ നീതിമാനായ ലോത്ത്. ഹല്ലേലൂയ. ഈ ദൈവം നമ്മെ വിടിവിച്ചതോർത്ത് കഴിയുമ്പോൾ നമ്മൾ എത്ര മഹത്വം കൊടുക്കണം. കണ്ടോ, നോഹയുടെ കാലഘട്ടത്തിൽ നീതിമാനായ ഒരു മനുഷ്യൻ, സോദോം ഗോമോറയുടെ അല്ലെങ്കിൽ പാപം പെരുകിയപ്പോൾ ദൈവം അവിടെ നീതിമാനായ ഒരു ലോത്ത്. അപ്പം നോഹയും കുടുംബത്തെ ദൈവം വിടിവിച്ചു, ലോത്തിനെയും കുടുംബത്തെ ദൈവം വിടിവിച്ചു. അപ്പൊ ആരെല്ലാം ദൈവത്തിന്റെ കൽപ്പന സ്വീകരിക്കുവാനും ദൈവിക ഉപദേശം ചെവിക്കൊള്ളാനും അത് ഹൃദയം കൊണ്ട് സ്വീകരിക്കാനും തയ്യാറാകുന്നോ അവരെ, അവരുടെ കുടുംബത്തെ ദൈവം വിടിവിക്കും. നോഹ നീതിമാനായതുകൊണ്ട്, നീതി പ്രസംഗിച്ചതുകൊണ്ട് നോഹയുടെ കുടുംബത്തെ മുഴുവൻ ദൈവം വിടിവിച്ചു. അവിടെ നോഹയുടെ ഭാര്യയും മക്കളും മരുമക്കളും പ്രസംഗിച്ചു നമ്മൾ കാണുന്നില്ല. നോഹയാണ് പ്രസംഗിച്ചത്. ആ ഒരു മനുഷ്യന്റെ നീതിയോടെയുള്ള ജീവിതമുണ്ടോ, ആ ജീവിത മുഖാന്തരം കുടുംബമാണ് രക്ഷപ്പെട്ടത്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ നീതിയോടെ ജീവിച്ചാൽ, നീതിയോടെ നീ പ്രസംഗിച്ചാൽ, കർത്താവിന്റെ വചനം, കർത്താവിന്റെ ശബ്ദമായി, നീതിയുടെ ശബ്ദമായി നീ ദേശത്ത് വിളിച്ചു പറയാൻ തയ്യാറായാൽ, നീ മുഖാന്തരം നിന്റെ കുടുംബത്തെ ദൈവം ഉയർച്ചയിലേക്ക് കൊണ്ടുവരും. നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ മാറും, നിന്റെ കുടുംബത്തിന്റെ ബന്ധനങ്ങൾ അഴിയും, നിന്റെ കുടുംബത്തിന്റെ രോഗങ്ങൾ മാറും. നിന്റെ കുടുംബത്തെ തകർക്കുവാൻ പിശാച് ഒരുക്കിയിരിക്കുന്ന സകല പദ്ധതികളിൽ നിന്നും ഹല്ലേലൂയ ദൈവം നിന്നെ വിടുവിക്കും. സ്തോത്രം. സ്തോത്രം. നീതിമാനായിരിക്കുന്ന
നോഹയെ വിടിവിച്ചതുപോലെ, ലോത്തിനെ വിടിവിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ഭക്തികെട്ടവരുടെ ഈ ലോകത്തിൽ ദൈവം നിങ്ങളെ വിടിവിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ദൈവരാജ്യത്തിന്റെ മുഴുവൻ നന്മകളും ദൈവരാജ്യത്തിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇന്ന് പകൽ നീ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, നിനക്ക് പ്രസംഗിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സ്ഥാനത്ത് പ്രസംഗിക്കുവാനുള്ള കൃപ തന്ന ഹല്ലേലൂയ, കർത്താവിന്റെ ശബ്ദം നിന്റെ നാവിമേൽ തന്ന നീതിയുടെ ശബ്ദമായി, മനസ്സാക്ഷിയുടെ ശബ്ദമായി നിന്നെ കൊണ്ട് ദൈവം ഭൂലോകത്തിലൊക്കെ ഈ സുവിശേഷം വിളിച്ചു പറയിപ്പിക്കും. അത് മുഖാന്തരം നീ നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. രക്തം ചെയ്യും. അപ്പോൾ നിങ്ങൾ കർത്താവിന് വേണ്ടി വിധേയപ്പെട്ടു കൊടുക്കണം. സ്തോത്രം. നോഹയുടെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിലും മനുഷ്യൻ അകൃത്യത്തിൽ വീണ് കിടക്കുന്നു, പാപത്തിൽ വീണ് കിടക്കുന്നു. ആരും ആരെയും അനുസരിക്കാത്ത, സ്വന്തം മാതാവിനെയും പിതാവിനെ അനുസരിക്കാത്ത മക്കൾ പറയുന്നത് കേൾക്കാൻ ശ്രദ്ധ കൊടുക്കാത്ത മാതാപിതാക്കൾ, ഹല്ലേലൂയ, ആമേൻ, മുതിർന്നവർ പറയുന്നത് കേൾക്കാൻ കഴിയാത്ത ജനം, തങ്ങൾക്ക് ബോധിച്ചതുപോലെ, തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ച് ദൈവത്തിൽ നിന്ന് ന്യായവിധി കാത്തുകിടക്കുന്ന ഈ ജനം, ഈ ലോകം, ഭക്തികെട്ടവരുടെ ലോകം, അതിന്റെ നടുവിലാണ് ദൈവം നിന്നെ നീതിപ്രസംഗിയായ നോഹയെ ദൈവം പരിപാലിച്ചതുപോലെ നിന്നെ പരിപാലിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അത് നിന്റെ കുടുംബത്തെ ദൈവം പരിപാലിക്കാൻ ആഗ്രഹിക്കുക. അനർത്ഥങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, ന്യായവിധിയുടെ കരനീട്ടുമ്പോൾ, ഇന്നത്തെ കാലഘട്ടത്തിൽ മഹാവ്യാധിയും ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും പേമാരിയും ഇടിവെട്ടും മിന്നലുകളും വെള്ളപ്പൊക്കങ്ങളും ദുരന്തങ്ങളും യുദ്ധങ്ങളും യുദ്ധസുഹൃതികളും എന്തുവേണ്ട ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഒക്കെ ദേശത്ത് പെരുകുമ്പോൾ, സ്തോത്രം, നീ കർത്താവിന്റെ ശബ്ദമാണെങ്കിൽ, നീതിയുടെ ശബ്ദമാണെങ്കിൽ, മനസാക്ഷിയുടെ ശബ്ദമായി കർത്താവിന് വേണ്ടി നിൽക്കുന്നവളാണെങ്കിൽ നോഹയെ കുടുംബത്തെ പരിപാലിച്ചതുപോലെ ദൈവം നിന്റെ കുടുംബത്തെ പരിപാലിക്കും. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പൊ ആരെല്ലാം കർത്താവിന് വേണ്ടി നിൽക്കുന്നോ അവരുടെ കുടുംബത്തെ ദൈവം മാനിക്കും. രക്തം ചെയ്യും. നിന്റെ ജീവിതം കർത്താവിന് വേണ്ടിയിട്ടായിരിക്കണം. ഒരിക്കലും നീ ലോകത്തിന് വേണ്ടി ജീവിക്കരുത്. 910 വർഷം ഈ ഭൂമി ജീവിച്ച നോഹ എന്ന് പറയുന്ന മനുഷ്യൻ കർത്താവിന് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. പ്രൈസ്. ആമേൻ. പുരാതന ലോകത്തെയും, ഹല്ലേലൂയ, സ്തോത്രം, പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ നോഹ നീതിമാനായിട്ട് ജീവിച്ചു. സ്തോത്രം. അപ്പൊ നമ്മൾ ചെയ്യുകയും നോഹ നീതിമാനായി പ്രസംഗിക്കുകയും പെട്ടകത്തിന്റെ പണി നടത്തുകയും ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, നോഹയുടെ ഭാര്യയും മക്കളും മരുമക്കളും, ഹല്ലേലൂയ, നോഹയ്ക്ക് കീഴടങ്ങി നോഹയെ അനുസരിച്ച് നോഹ പറയുന്നത് കേട്ട്, ആമേലിയ, നോഹയുടെ നാവിൽ നിന്ന് അതരങ്ങളുള്ള നീതിയുടെ കർത്താവിന്റെ ശബ്ദമാണ്, നീതിയുടെ ശബ്ദമാണ്, മനസാക്ഷിയുടെ ശബ്ദമാണെന്ന് വിശ്വസിച്ച് അവർ കുടുംബമായിട്ട് ഒരുപക്ഷെ ദൈവത്തെ മഹത്വപ്പെടുത്തി കാണും. അതുകൊണ്ടാണല്ലോ ദൈവരെ വിടിവിച്ചത് തന്നെ. സ്തോത്രം. അതെ, ഏത് പ്രകൃതി ദുരന്തങ്ങൾ വന്നാലും, ഏത് പ്രശ്നങ്ങൾ വന്നാലും, എന്തെല്ലാം ദുരന്തം വന്നാലും, ഏതെല്ലാം മഹാവ്യാധികൾ വന്നാലും, നീ ദൈവത്തിന് വേണ്ടി നിന്റെ കുടുംബത്തെ ദൈവം വിടിവിക്കും. രക്തം ചെയ്യും. അത് ഉറപ്പായിട്ട് ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്തമാണ്, ദൂതാണ്. ഹല്ലേലൂയ. എത്രയോ തവണ നീ തകർക്കപ്പെട്ടു പോകേണ്ടതാ. എത്രയോ പ്രാവശ്യം വ്യാധികൾ നിന്റെ മേൽ വന്നു, രോഗങ്ങൾ വന്നു, മരണം നിന്റെ കൺമുമ്പിലൂടെ കടന്നുപോയില്ലേ? ജീവിതം അടുത്തുവെന്ന് തോന്നിയ ചില സാഹചര്യങ്ങളില്ലേ? ഇനി ജീവിക്കുമെന്ന് ഓർത്തിട്ടുള്ള സാഹചര്യങ്ങളില്ലേ? അങ്ങനെ നിന്റെ ജീവിതം താറുമാറായി പോയ സാഹചര്യങ്ങളില് നിന്നെ തകർക്കുവാൻ പിശാച് പല പദ്ധതിയുമായി വന്നപ്പോൾ അതിൽ നിന്നൊക്കെ നിന്നെ കൈപിടിച്ച് ഉയർത്തി നിന്നെ മാനിച്ച് നിന്നെ ഇന്നും നിലനിർത്തിയത് കർത്താവാണ്. കാരണം നിന്നെ നീതിമാനായിട്ട് ദൈവം കണ്ടിരിക്കുക. രക്തം ചെയ്യും. എനിക്ക് കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നെ ദൈവം നീതിമാനായിട്ട് കണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ നീതിമാനായ ഒരു മനുഷ്യനാണ്. രക്തം ചെയ്യും. അപ്പൊ നീതിമാന്മാരെ ദൈവം എല്ലാ കാലത്തും കാത്തു സൂക്ഷിക്കും കേട്ടോ. എന്തെല്ലാം ദുരന്തങ്ങൾ വന്നാലും ദൈവം കാത്തു സൂക്ഷിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത്, ഇന്ന് നാം എന്തുകൊണ്ട് ജനങ്ങളോട് പ്രസംഗിക്കുന്നു? ഹല്ലേലൂയ. നാം എന്തുകൊണ്ടാണ് ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്? ചിലരൊക്കെയെങ്കിലും ചോദിക്കാം, നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്? നിങ്ങൾ ആരെയാ പ്രസംഗിക്കുന്നത്? നിങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലോ, നിങ്ങൾ പറയുന്ന യേശു ആരാണ് എന്നൊക്കെ ചോദിച്ച് വരുന്നവർ നമ്മുടെ മുമ്പിലുണ്ട്.
നമ്മൾ എന്തുകൊണ്ടാണ് ജനങ്ങളോട് പ്രസംഗിക്കുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ആമേൻ ശാസിച്ച് ഉണർത്തുന്നത്, ഹല്ലേലൂയ, അത് ലോകത്തോട് നമ്മൾ വിളിച്ചു പറയുക. നമ്മൾ എന്തുകൊണ്ടാണ് പ്രസംഗിക്കുന്നത് ചോദിച്ചാൽ, ആമേൻ കർത്താവിന്റെ, ഹല്ലേലൂയ, ആമേൻ ആത്മാവ് നമ്മളെ നിർബന്ധിക്കുക. എന്താണ് പറയുന്നത്? പാപത്തെക്കുറിച്ചും, ഹല്ലേലൂയ, സ്തോത്രം, നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഈ ലോകത്തിന്, ഈ ഭക്തികെട്ടവരുടെ ലോകത്തിൽ, പാപത്താൽ നിറയപ്പെട്ട് കിടക്കുന്ന ഒരു ലോകത്തിൽ നമ്മളെ കൊണ്ട് ദൈവം വിളിച്ചു പറയിപ്പിക്കുകയാണ് ന്യായവിധിയുടെ സമയം വരാൻ ആയെന്ന്. ഹല്ലേലൂയ. അത് നീ പ്രസംഗിക്കുന്നത് യേശുവിന് വേണ്ടിയിട്ടായിരിക്കട്ടെ. നീ പ്രസംഗിക്കുന്നത് യേശുവിനെ കുറിച്ചാകണം. നീ പ്രസംഗിക്കുന്ന ഈ ഭക്തിവട്ടങ്ങളുടെ ലോകത്തിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ആയിരിക്കണം. ഹല്ലേലൂയ. അവൻ ചെയ്തു കൂട്ടുന്ന സകല പാപങ്ങളെക്കുറിച്ച് അവന് ബോധ്യം വരുത്തി കൊടുക്കണം. അവൻ പാപങ്ങളെ തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവസ്ഥലേക്ക് വരണം. മാനസാന്തരം അവന്റെ ഉള്ളിൽ ഉണ്ടാകണം. മനസ്സിന് മാറ്റം ഉണ്ടാകണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്ഷയവൻ പ്രാപിക്കണം. ദൈവകൽപ്പന, വിശ്വാസ സ്നാനം, പരിശുദ്ധാത്മാവിന്റെ സ്നാനം, ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം. ഹല്ലേലൂയ. ജീവിച്ചാൽ മാത്രം പോരാ, ദൈവം നമ്മോട് കൽപ്പിച്ചതൊക്കെ നീ നീതിമാനായിട്ട് നിന്ന് ജനത്തോട് പ്രസംഗിക്കണം. നിനക്ക് മുമ്പിൽ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, കോടാനുകോടി ജനങ്ങൾ പാപത്തിലും അല്ലെങ്കിൽ ശാപത്തിലും വീണ് കിടക്കുന്നു. അന്ധകാരത്തിന്റെ അതിൽ വീണ് ദൈവമാനെന്ന് അറിയാൻ കഴിയാതെ നിത്യ ന്യായവിധിയിലേക്ക് പോകുന്ന അനവധി ആളുകളുണ്ട്. അവരോട് നീ വിളിച്ചു പറയണം സുവിശേഷം. നോഹയെ പോലെ വിളിച്ചു പറയണം. ചങ്കൂരത്തോടെ വിളിച്ചു പറയണം. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നീ ആരും ഭയപ്പെടണ്ട. സുവിശേഷം പ്രസംഗിക്കാൻ നിനക്ക് ഈ ലോകം അനുമതി സർട്ടിഫിക്കറ്റ് ഒന്നും തരണ്ട. സുവിശേഷം പ്രസംഗിക്കാൻ ദൈവം നിനക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. ദൈവം നിനക്ക് അനുവാദം, അധികാരം തന്നിട്ടുണ്ട്. അത് വേദപുസ്തകം വായിക്കുന്നതിന് മനസ്സിലാവും. അപ്പൊ സുവിശേഷം പ്രസംഗിക്കുവാൻ നിങ്ങൾക്ക് അധികാരം തരുന്ന ഇവിടുത്തെ ഗവൺമെന്റ് അല്ല, ഇവിടുത്തെ മതങ്ങളല്ല, ഇവിടുത്തെ പ്രധാനികളൊന്നും അല്ല സുവിശേഷം പ്രസംഗിക്കാൻ നിങ്ങൾക്ക് അധികാരം തരുന്നത്. സുവിശേഷം പ്രസംഗിക്കാൻ അധികാരം തരുന്നത് യേശു കർത്താവാണ്. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് വിഷയം കൂടെ നിനക്ക് തന്നു, പ്രസംഗിക്കാനുള്ള വിഷയം കൂടെ തന്നു. എന്താണ് പ്രസംഗിക്കാനുള്ള വിഷയം? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നീ പ്രസംഗിക്കണമെന്ന്. അതിനകത്ത് അവൻ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള രക്ഷയുടെ എല്ലാ ഘടകങ്ങളും അതിനകത്ത് ഉൾക്കൊണ്ടുവരും. ഹല്ലേലൂയ. സ്തോത്രം. പാപത്തെ ഓർമ്മിപ്പിച്ചു കൊടുക്കണം. ദൈവസഭയുടെ ശുശ്രൂഷ എന്തായിരിക്കണം? ദൈവദാസന്മാരുടെ ശുശ്രൂഷ എന്തായിരിക്കണം? ജനത്തെ വിളിച്ചുകൂട്ടി തങ്ങളുടെ മുമ്പിൽ ഇരുത്തി അവരെ അല്ലെങ്കിൽ സ്തോത്രം ഉപദേശിക്കുമ്പോൾ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തി കൊടുക്കണം. ഹല്ലേലൂയ. പാപിയായ മനുഷ്യനെ ദൈവസഭയ്ക്കകത്ത് വെച്ചുകൊണ്ട് അവനെ താരാട്ടുപാടി ഉറക്കുന്നതായിരിക്കരുത് നമ്മുടെ ശുശ്രൂഷ. പാപിയായ മനുഷ്യനെ സഭയിൽ വെച്ചുകൊണ്ട് അവന്റെ സ്വോത്രകാഴ്ചയും ദശാംശവും വാങ്ങി വീണ്ടും അവനെ പാപത്തിലേക്ക് വിടുന്ന അനുഭവം ആകരുത് നമ്മുടെ ശുശ്രൂഷ. പാപിയായ മനുഷ്യൻ ദൈവസഭയ്ക്കകത്ത് കടന്നു വരുമ്പോൾ, പാപിയായ മനുഷ്യൻ നിന്റെ കൺമുമ്പിൽ വരുമ്പോൾ അവരെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന കർത്താവിന്റെ ശബ്ദമായി, നീതിയുടെ ശബ്ദമായി, മനസാക്ഷിയുടെ ശബ്ദമായി നീ അധികാരത്തോടെ സുവിശേഷം പ്രസംഗിക്കണം. അല്ലേ? എങ്കിലും അവൻ മാനസാന്തരപ്പെടത്തുള്ളൂ. ദൈവം നിന്നെ നീതി പ്രസംഗിയായി തിരഞ്ഞെടുത്തിട്ടും ദൈവത്തിന്റെ വചനം നിനക്ക് തന്നിട്ടും നീ നീതി പ്രസംഗിക്കുന്നില്ല എങ്കിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന നിന്റെ ചുറ്റുവട്ടത്തുള്ള നിന്റെ കുടുംബത്തിലുള്ള നിന്റെ സഹോദരങ്ങളോട്, ബന്ധുമിത്രാദികളോട്, ദേശക്കാരോട്, ചാർച്ചക്കാരോട് കർത്താവിന്റെ നീതി പ്രസംഗിക്കുന്നില്ലെങ്കിൽ, പാപത്തെക്കുറിച്ച് പ്രസംഗിച്ചവന് മാനസാന്തരം വരുത്തുവാൻ നീ ശ്രമിക്കുന്നില്ല എങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രസംഗകരെ ഞാൻ പറയട്ടെ, ന്യായവിധി നാളിൽ നിങ്ങളും കണക്ക് കൊടുക്കേണ്ടി വരും. സ്തോത്രം. അപ്പൊ നിങ്ങളെ നീതി പ്രസംഗിയായി ദൈവം തെരഞ്ഞെടുത്തിരിക്കുക. ഹല്ലേലൂയ. എന്താ നീതി പ്രസംഗിയല്ല കേട്ടോ, അധിക പ്രസംഗിയല്ല, നീതി പ്രസംഗി. അപ്പൊ അധിക പ്രസംഗികൾ, അനുസരണം കെട്ടവരുടെ കാലം, ഭക്തി കെട്ടവരുടെ കാലത്തിൽ ജനത്തെ എന്ത് ചെയ്തു? ദൈവം ജലപ്രളയത്തിലൂടെ കടത്തിവിട്ടു. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്റെ കേൾക്കുന്ന പ്രശ്നേഹിത, നിങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിനെ കുറിച്ചായിരിക്കണം. പ്രൈസ് ദി. ഹല്ലേലൂയ. പാപികൾ മാനസാന്തരപ്പെടണം, കർത്താവിന്റെ രാജ്യത്തിലേക്ക് വരണം. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രസംഗത്തിലൂടെ പാപികൾ മാനസാന്തരപ്പെടണം, കർത്താവിന്റെ രാജ്യത്തിലേക്ക് വരണം. രോഗശാന്തി, ഭൂതശാന്തി, ശാപം മുറിച്ച് അവരെ സ്വോത്രകാഴ്ച ദശാംശം മേടിച്ച് അവരെ പറഞ്ഞു വിടുവാനല്ല ശുശ്രൂഷ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. പാപബോധം വരുത്തുന്നതായിരിക്കണം.
മാനസാന്തരം വരുന്നതായിരിക്കണം. ദൈവരാജ്യത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതായിരിക്കണം നമ്മുടെ ശുശ്രൂഷ. പാതാളത്തിന്റെ ശക്തിയിൽ നിന്നും, പാതാള അഗ്നിയിൽ നിന്നും, ഗന്ധവും തീയും കത്തുന്ന തീപ്പൊയ്യുന്ന കടലിൽ നിന്ന്, അല്ലെങ്കിൽ അഗ്നിയും ഗന്ധവും കത്തുന്ന കടലിൽ നിന്ന്, തീപ്പൊയ്യിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യനെ വിടിവിക്കുന്നതായിരിക്കണം നമ്മുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. പ്രൈസലോ. തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്യ, അല്ലേരിയ, അതിലേക്ക് വീഴുന്ന, അതിലേക്ക് പോകാൻ ഒരുങ്ങുന്ന കോടാനുകൂടി ജനങ്ങളോട് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ നീതിമാനായി തെരഞ്ഞെടുത്തത്. നോഹയെ അങ്ങനെ ദൈവം തെരഞ്ഞെടുത്തത്. അപ്പൊ നീ നോഹ നീതി പ്രസംഗിയായിരുന്നത് പോലെ നീ ഒരു നീതി പ്രസംഗിയായി ജനത്തിന് പാപബോധം വരുത്തുന്ന ശുശ്രൂഷ നീ പറഞ്ഞു കൊടുക്കണം. ജനത്തെ രക്ഷിക്കുവാൻ, ജനത്തെ കൈപിടിച്ച് ഉയർത്തുവാൻ, പാപത്തിനെ വിടിവിച്ചു കൊണ്ടുവരാൻ, പാപബോധം വരുത്തി കൊടുക്കുവാൻ, അല്ലെങ്കിൽ അവർക്കതിന് അവർ ബോധ്യമാക്കി കൊടുത്ത് അവരെ പിന്തിരിപ്പിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാണെന്ന്. സ്തോത്രം. അല്ലേരിയ. അല്ലാതെ എപ്പോഴും അല്ലേരിയ മറ്റുള്ളവരുടെ മുമ്പിൽ സ്തോത്രം നമ്മള് വലിയൊരു അഹങ്കാരിയായി മാറാതെ, സ്തോത്രം, ഒരു പണക്കൊതിയനായി മാറാതെ, അല്ലേരിയ നാം ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നവരായിരിക്കണം. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന സഹോദരി, നീ നീതിയോടെ പ്രസംഗിക്കാൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാ. എനിക്ക് സഹോദരൻ, നീതിയോടെ പ്രസംഗിക്കാൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാ. നീ ദൈവത്തിന്റെ ശബ്ദമാ, നീ നീതിയുടെ ശബ്ദമാ, നീ മനസാക്ഷിയുടെ ശബ്ദമാണ്. അല്ലേരിയ. മനസാക്ഷി കെട്ടുപോയി ഈ ലോകത്തിൽ, ഭക്തി കെട്ട ഈ ലോകത്തിൽ നീ മനസാക്ഷിയുടെ ശബ്ദം, നീതിയുടെ ശബ്ദം, അല്ലെങ്കിൽ കർത്താവിന്റെ ശബ്ദമായി നീ സുവിശേഷം വിളിച്ചു പറയണമെന്ന്. രക്തം ചെയ്യും. പ്രൈസോ. മദ്യപാനം കൊണ്ടും, മയക്കുമരുന്ന് കൊണ്ടും, വെറുക്കൂത്തുകൊണ്ടും, ദുർനടപ്പ് കൊണ്ടും, ജഡികത കൊണ്ടും, വ്യഭിചാരം കൊണ്ടും, പരസംഗം കൊണ്ടും, വിഗ്രഹാരാധന കൊണ്ടും, ആഭിചാരം കൊണ്ടും, മന്ത്രവാദം കൊണ്ടും, കൂടോത്രം കൊണ്ടും, ശൂദ്രം കൊണ്ടും മനുഷ്യൻ തമ്മിലടിച്ച് വെട്ടിമരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മതത്തിനു വേണ്ടി, രാഷ്ട്രീയത്തിനു വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാതെ രക്തദാഹികളായിരിക്കുന്ന അനവധി ആളുകളുടെ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലേരിയ, അപ്പൻ അമ്മയെ മറക്കുന്നു, അമ്മ അപ്പനെ മറക്കുന്നു, മക്കൾ അപ്പനമ്മമാരെ മറക്കുന്നു, അപ്പനമ്മ മക്കളെ മറക്കുന്നു, സഹോദരങ്ങളെ മറക്കുന്നു, അവർക്ക് നേരെ ആയുധമെടുത്ത് പോരാടുന്ന രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുന്നു. കലഹം വിതച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ, കലഹം ഉണ്ടാക്കിക്കൊണ്ട് രക്തച്ചൊരിച്ച് നടക്കുന്ന ഈ ഭൂമിയിൽ ദൈവം നിന്നെ നീതി പ്രസംഗിയായിട്ട് വെച്ചിരിക്കുന്നത് അവർക്ക് മാനസാന്തരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നീ മാനസാന്തരത്തിന്റെ സുവിശേഷം പ്രസംഗിക്കണം. അല്ലേലിയ. നിങ്ങളോർക്കും അത് യേശുക്രിസ്തുവിന്റെ ആളുകൾക്ക് പ്രസംഗിക്കാൻ വെച്ചിരിക്കുക. അല്ല, യേശുക്രിസ്തു അങ്ങനെ പ്രത്യേക ഒരു വിഭാഗത്തെ വേർതിരിച്ച് ഈ സുവിശേഷം പ്രസംഗിക്കാൻ വെച്ചിട്ടില്ല. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന വലിയവരെയും ചെറിയവരെ എല്ലാം ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവകൽപ്പനയിൽ അവരെ നിറച്ച് സുവിശേഷം അവരുടെ അന്തരങ്ങളിൽ കൊടുത്ത് അവരെ നീതിമാനായിട്ട് ദൈവം ഇവിടെ നിർത്തിയിരിക്കുക പ്രസംഗിക്കുവാൻ. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നീ പ്രസംഗിക്കണം. മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നീ പ്രസംഗിക്കണം. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന സകല അകൃത്യത്തെക്കുറിച്ച് പറഞ്ഞ് പ്രസംഗിക്കണം. ദിവ്യാഗ്രഹവും അത്യാഗ്രഹവും കൈക്കൂലിയും അല്ലെങ്കിൽ കോഴ വാങ്ങുന്നവർ അഴിമതി കൊണ്ട് നിറയപ്പെട്ട ഈ സമൂഹത്തോട് നീ പ്രസംഗിക്കണം. കൊള്ള പലിശ വാങ്ങി ബാങ്കിൽ നിറയ്ക്കുന്നവരെ കൊള്ള പലിശ വാങ്ങി ജീവിക്കുന്ന ദൈവജനം അടക്കമുള്ളവരോട് നീ പ്രസംഗിക്കണമെന്നാണ്. അല്ലേരിയ. ഇന്ന് അനവധി ദൈവമക്കൾ പോലും പലിശയ്ക്ക് മേൽ പലിശ വാങ്ങി കൊള്ളയടിക്കുന്നവരുണ്ട്. ലേരിയ. ദൈവമക്കളാ, ഭയങ്കര പ്രസംഗില്ല. പക്ഷെ പലിശയ്ക്ക് കൊടുത്തിട്ട് സാധാരണക്കാരെ ഞെക്കിപ്പിഴിഞ്ഞ് അവന്റെ സമ്പാദ്യം മുഴുവൻ ഊറ്റിയെടുക്കുന്ന, അവന്റെ വിയർപ്പ് മുഴുവൻ ഊറ്റിയെടുത്തിട്ട് മുതലും പലിശയും വാങ്ങിയിട്ടും വീണ്ടും തയ്യാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഭക്തി കെട്ടവർ ദൈവസഭയ്ക്കകത്തുണ്ട്. പലിശയ്ക്ക് കൊടുക്കുന്നവര്, ശുശ്രൂഷകന്മാരുണ്ട് പലിശയ്ക്ക് കൊടുക്കുന്നവര്. അനവധി ശുശ്രൂഷകന്മാര് പ്രസംഗികൾ, നീതി പ്രസംഗം പലിശയ്ക്ക് കൊടുക്കുന്നു. പലിശ വാങ്ങുന്നു, സാധാരണക്കാരിൽ നിന്ന് കൊള്ളപ്പലിശ വാങ്ങുന്നു. അവൻ സുഖലോപ ജീവിതം നയിച്ച് തിമിർത്താടി നടക്കുന്നു, മതിച്ച് പുളച്ച് ഒക്കെ നടക്കുന്നു പലിശ വാങ്ങിയിട്ട്. എന്നെ കേൾക്കുന്ന സഹോദര, ദൈവത്തിന്റെ ന്യായവിധി നിന്റെ മേൽ വരാൻ സമയമായി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവം നിന്നെ നീതി പ്രസംഗിയായിട്ട് വെച്ചിരിക്കുന്നത് ഈ ലോകത്തിന് ബോധ്യമാകുന്ന വിധത്തിൽ നീ മാനസാന്തര സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രസംഗിക്കണം. മടി കൂടാതെ പ്രസംഗിക്കണം. ലജ്ജ കൂടാതെ പ്രസംഗിക്കണം.
അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഹല്ലേലൂയ. സുവിശേഷത്തെ കുറിച്ച് ലജ്ജ കൂടാതെ പ്രസംഗിക്കാം. ഹല്ലേലൂയ. ദിവ്യാഗ്രഹം എന്നൊക്കെ പറഞ്ഞില്ല, നിങ്ങൾ 1 തിമോഥെയോസിന്റെ 6:10 വായിച്ചാൽ കാണാൻ കഴിയും. ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ, ചിലരത് കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടകന്നു പോയെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ എന്താണ്? ദൈവം നമ്മെ നീതി പ്രസംഗിയായി തെരഞ്ഞെടുത്തു. നിന്റെ പേര് നീതി പ്രസംഗി എന്നാണ്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവം ഇട്ടു തന്ന പേരാ കേട്ടോ. ലോകം ചേർത്തിയതൊന്നുമല്ല, ദൈവം നിനക്ക് ഇട്ടു തന്ന പേരാ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ഒരാൾ കർത്താവിന് വേണ്ടി നിന്നാൽ, ഒരാൾ നീ നീതി പ്രസംഗിയായി മാറിയാൽ, കർത്താവിന്റെ ശബ്ദമായി, നീതിയുടെ ശബ്ദമായി, മനസ്സാക്ഷിയുടെ ശബ്ദമായി നീ നിന്നെ ഒന്ന് ഒരുക്കി കർത്താവിന്റെ സന്നിധി വിട്ടുകൊടുത്താൽ, നോഹയുടെ കുടുംബത്തെ വിടുവിച്ചതുപോലെ നിന്റെ കുടുംബത്തെ ദൈവം വിടുവിക്കും. നീ കർത്താവിന് വേണ്ടി നിന്നാൽ നിന്റെ കുടുംബം കർത്താവ് ഏറ്റെടുക്കും. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നിന്റെ വാക്കുകൊണ്ട്, നിന്റെ രീതി കൊണ്ട്, നിന്റെ പ്രവൃത്തി കൊണ്ട്, നീ പറയുന്ന സുവിശേഷം കൊണ്ട് നിന്റെ കുടുംബത്തിലുള്ളവർ നിന്നെ അംഗീകരിക്കാതെ പോയെങ്കിലും നീ നീതിയോടെ പ്രസംഗിച്ചാൽ, അബ്രഹാമിന്റെ നീതി കണക്കിട്ട ദൈവം ഹല്ലേലൂയ നിന്റെ നീതിയും കണക്കിട്ട് നീ പ്രസംഗിക്കുമ്പോൾ നിന്റെ കുടുംബത്തിലുള്ളവരെല്ലാവരും നിന്നോട് കൂടെ വന്ന് നിന്നോടൊപ്പം ശുശ്രൂഷയുടെ ഭാഗമായി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും. രക്തം ചെയ്യും. അങ്ങനെ നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം വരും, സന്തോഷം വരും. ആത്മാവിന്റെ പ്രവൃത്തി നിന്റെ കുടുംബത്തിൽ വെളിപ്പെടാൻ തുടങ്ങും. ആത്മാവിന്റെ സംസാരം വരും. ആത്മാവിന്റെ സ്വഭാവം ഉള്ളവരായി മാറും. കുടുംബത്തിനകത്ത് ഇന്നലകളിൽ നടന്ന കണ്ണുനീരും ശാപങ്ങളും മാറി കുടുംബത്തെ അടക്കി വാണിത് സാത്താനെ കുടുംബത്തിനകത്തുനിന്ന് പുറത്തു തള്ളി ദൈവം നിന്റെ കുടുംബത്തിന്റെ ആധിപത്യം ഏറ്റെടുക്കും. രക്തം ചെയ്യും. നോഹയുടെ കുടുംബത്തിന്റെ ആധിപത്യം ആരുടെ കയ്യിലാണെന്നറിയോ? യഹോവയായ ദൈവത്തിന്റെ കരങ്ങളിലാണ്. ആ ഭക്തികെട്ട ജനം ആ കാലഘട്ടത്തിൽ അനീതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലോകം ശക്തമായി പ്രസംഗിച്ചിട്ടും അത് കേൾക്കാതെ മനസ്സ് കൊടുക്കാതെ അഹങ്കാരികളായി നിഗളികളായി കിടക്കുന്ന ജനത്തിന്റെ നടുവിൽ നോഹയുടെ കുടുംബത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം യഹോവയുടെ കരങ്ങളിലാണ്. രക്തം ചെയ്യും. അത് നിന്റെ കുടുംബത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം യേശു കർത്താവിന് വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുന്നത് പാതാളത്തിന്റെ ശക്തിയിൽ നിന്നും അഗ്നിയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയിൽ നിന്നും ജനത്തെ വിടിവിക്കുന്ന അതായിരിക്കണം നിന്റെ പ്രസംഗം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തന്റെ ശുശ്രൂഷയിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ച് റോമാലേഖനം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. റോമാലേഖനം വായിക്കുമ്പോൾ 10-ാം അധ്യായത്തിന്റെ 14-15 വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. റോമാലേഖനം 10-ാം അധ്യായം 14-15 വാക്യം. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ഹല്ലേലൂയ. പ്രസംഗിക്കണം. ഹല്ലേലൂയ. പ്രസംഗിച്ചെങ്കിൽ മാത്രമേ സുവിശേഷം കേൾക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ആരും അയക്കുക, ദൈവം അയച്ചിട്ട് നീ പോയി പ്രസംഗിക്കണം. സുവിശേഷം പ്രസംഗിക്കണം. സത്യത്തെക്കുറിച്ച് പറയണം. രക്ഷകനെ കുറിച്ച് പറയണം. രക്ഷകൻ ഒരുവൻ മാത്രമാണ്, യേശുക്രിസ്തു മാത്രമാണ്. ഏക രക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചും രക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സമാധാനത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും ആത്മരക്ഷയെക്കുറിച്ച് നീ പ്രസംഗിക്കണമെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവൻ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? പ്രസംഗിക്കുന്നവനെ ദൈവം എന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. പൗലോസ് പറയുക. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 9:16 വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ, ഹല്ലേലൂയ, അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നിങ്ങൾ ആ ഭാഗം ഇവിടുന്ന് വായിച്ചിട്ട് 1 കൊരിന്ത്യർ 9:16 ഇവിടുന്ന് വായിച്ചിട്ട് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. കാരണം സുവിശേഷം പ്രസംഗിക്കുള്ള നിർബന്ധം പൗലോസിന്റെ മേൽ കിടക്കുകയാണ്. സുവിശേഷം പ്രസംഗിക്കുള്ള നിർബന്ധം നിനക്കുമുണ്ടാകണം. സുവിശേഷം പ്രസംഗിക്കുള്ള ആത്മഭാരം, സുവിശേഷം പ്രസംഗിക്കുള്ള ദാഹം നിനക്കുണ്ടായിരിക്കണം, പൗലോസിനെ പോലെ. അതാണ് പൗലോസ് പറഞ്ഞത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സുവിശേഷം പ്രസംഗിക്കണമെന്ന്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കും. സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ
എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധമേൽ കിടക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നീതിപ്രസംഗിയായി ദൈവം നിന്നെ വിളിച്ചിട്ടും വിളിച്ചു വേർതിരിച്ചിട്ടും ദൈവവിളി നീ കേട്ടിട്ടും വാഗ്ദത്തം തന്നിട്ടും നിന്റെ മേലുള്ള ദൈവവിളി ഉണർത്തി തന്നിട്ടും ദൈവാലോചന തന്നിട്ടും പല പ്രാവശ്യം ദൈവം നിന്നെ തട്ടി വിളിച്ചിട്ട് നീ അതിനെ ഒരുങ്ങാതെ നീ സുവിശേഷം പ്രസംഗിക്കാതിരുന്നാൽ അയ്യോ എനിക്ക് അത് നിനക്ക് അയ്യോ കഷ്ടമെന്നാ. അല്ലെങ്കിൽ പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം പൗലോസ് പറയാ. അതുകൊണ്ട് പൗലോസിന് ഇത് പ്രസംഗിച്ചേ മതിയാവും. ഇത് തന്നെയാണ് നോഹ ചെയ്തതും. അല്ലേലിയ, നോഹയുടെ കാലഘട്ടത്തിലും ദൈവത്തിന്റെ വചനം വിളിച്ചു പറയാതെ നോഹ തന്റെ ഭാര്യയോടും മക്കളോടൊപ്പം സുഖലോലുപ ജീവിതം നയിച്ചാൽ എനിക്ക് അയ്യോ കഷ്ടമാണെന്ന് നോഹയ്ക്ക് മനസ്സിലായത് കൊണ്ടാണ് ദൈവിക ഉത്തരവാദിത്തത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ദൈവിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നോഹ പ്രസംഗിച്ചു തുടങ്ങിയത്. അതുകൊണ്ടാണ് നീതിപ്രസംഗിയായ നോഹയെന്ന് ദൈവം നോഹയെ വിളിച്ചത്. നിന്നെ നീതിപ്രസംഗിയായ മെലലിയ മനുഷ്യനായിട്ട് ദൈവം കാണുകയാണ്. പ്രൈസോ. അപ്പൊ സുവിശേഷം അറിയിക്കാനുള്ള നിർബന്ധം നമുക്കുണ്ടാകണം. സുവിശേഷം അറിയിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. നമുക്ക് കാണത്തില്ലേ 50, 60, 70, 80, 90 ഒക്കെ വയസ്സ് പ്രായമുള്ള കണ്ടില്ലേ 106, 107 വയസ്സുള്ള അമ്മച്ചിമാരൊക്കെ ശക്തമായ രീതിയിലിരുന്ന് കർത്താവിന്റെ ശക്തമായി നീതിയുടെ ശബ്ദമായി മനസാക്ഷി ശക്തമായി ദൈവത്തെ പാടി ആരാധിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നത്. 100 വയസ്സിന് മുകളിലോട്ട് ഉള്ളവരൊക്കെ ദൈവത്തിന്റെ വചനം ആദ്യം ശക്തമായി നല്ല സ്ഫുടതയോടെ വാക്കുകൾ തെറ്റാതെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അവരെയൊക്കെ മാതൃകയാക്കണം കേട്ടോ. സ്തോത്രം. നിനക്ക് അറിവ് തന്നിട്ടുണ്ട്, കഴിവ് തന്നിട്ടുണ്ട്, പ്രാപ്തി തന്നിട്ടുണ്ട്, വിദ്യാഭ്യാസം തന്നിട്ടുണ്ട്, പണം തന്നിട്ടുണ്ട്, സൗന്ദര്യം തന്നിട്ടുണ്ട്, നിനക്കെല്ലാം കർത്താവ് തന്നിട്ടുണ്ട്. ഒന്നിനും നിനക്ക് കുറവില്ല. എന്നിട്ട് കർത്താവ് പറയണം, നീ സുവിശേഷം പ്രസംഗിക്കണം. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നീ പ്രസംഗിക്കണം. പാപികൾ മാനസാന്തരപ്പെടണം. അവൻ സുവിശേഷത്തിൽ വിശ്വസിക്കണം. ദൈവരാജ്യത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ച് നീ പറയണം. അവന്റെ മരണാനന്തരം അല്ലെങ്കിൽ കർത്താവിന്റെ വരകൂടി എന്റെ വരകൂടി അവൻ നിത്യതയിൽ ഉണ്ടായിരിക്കണം. അതിന് നിന്നെ ഞാൻ പ്രസംഗികനായി ഇവിടെ വെച്ചിരിക്കുക. അല്ലേലൂയ. അതെ, കർത്താവ് നിന്നെ ഒരു പ്രസംഗകനായി വെച്ചിരിക്കുക സഹോദരി സഹോദര. അല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കണം കേട്ടോ. അതുകൊണ്ട് പൗലോസ് ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രസംഗിപ്പാനൊന്നുമില്ല, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. അത് വലിയ നിർബന്ധമാണ്, പൗലോസിന്റെ മേലിൽ നിർബന്ധമാണ്. ഒരു കാലഘട്ടത്തിൽ കർത്താവിനും കർത്താവിന്റെ വചനത്തിനും ദൈവജനത്തിനും വിരോധമായി നടന്നവൻ, ദൈവസഭയെ ഉപദ്രവിച്ചവൻ, സ്തേവാനോസിന്റെ മരണത്തിന് അല്ലെങ്കിൽ കൂട്ടുനിന്നവൻ, മൗന സമ്മതം കൊടുത്തവൻ, സ്തേവാനോസിന്റെ കല്ലെറിവേറെ വസ്ത്രം കാത്തു നിന്നവൻ ശൗൽ. അല്ലേലിയ. ദമസ്കോസ് പടിക്കൽ വെച്ച് ദൈവിക സന്ദർശനം ഉണ്ടായപ്പോൾ അല്ലേലിയ സ്തോത്രം പൗലോസ് ചോദിക്കുന്നുണ്ട്, ശൗൽ ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? അപ്പൊ യേശു പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശു, യേശു. അല്ലേലിയ. മാനസാന്തരം വന്നു കഴിഞ്ഞപ്പോൾ ശൗലിൽ മാനസാന്തരം വന്നു കഴിഞ്ഞപ്പോൾ ശൗല് പൗലോസായി മാറിക്കഴിഞ്ഞപ്പോൾ പൗലോസ് പറയാ, സുവിശേഷം സ്തോത്രം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഇപ്പം പൗലോസിന് സുവിശേഷം അറിയിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരാഗ്രഹത്തിലായിരുന്നാലും, ഏത് പ്രതികൂലത്തിന്റെ നടുവിലായിരുന്നാലും, ഏത് വെല്ലുവിളിയുടെ നടുവിലായിരുന്നാലും, തന്റെ മരണം അപകടത്തിലായി നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും, തനിക്കെതിരെ പതിയിരിപ്പുകാർ എതിരേൽക്കുമ്പോഴും കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുമ്പോഴും, അല്ലെങ്കിൽ മൃഗങ്ങളുടെ മുമ്പിൽ തന്നെ ഇട്ടുകൊടുക്കാൻ ഒരുങ്ങിയ സമയങ്ങളിൽ പോലും, കാട്ടിലെ ആപത്ത്, കള്ള സഹോദരന്മാർ ആപത്ത്, പട്ടിണി, വൈതാങ്, ഉറക്കെളുപ്പ് എന്ന് വേണ്ട സാഗര ശോധനയിലൂടെ കടന്നുപോയപ്പോഴും സുവിശേഷം അറിയിക്കുവാനുള്ള നിർബന്ധം പൗലോസിൽ കിടക്കുന്നു. സ്വതന്ത്രം. ഹല്ലേലൂയ. നിന്റെ പേര് ഒരു നിർബന്ധം ദൈവം തന്നിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നോഹ ഏകദേശം 120 വർഷം 120 സംഘടിച്ച നീതിയെക്കുറിച്ച് പ്രസംഗിച്ചു എന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ ജനങ്ങളോ ഉല്ലാസമയക്കത്താൽ കർത്താവിന്റെ പ്രസംഗം കേൾക്കാത്ത വിധം അവരുടെ ചെവികളെ അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. വേദപണ്ഡിതാക്കൾ രേഖപ്പെടുത്തി വെച്ചതനുസരിച്ച് നോക്കുമ്പോൾ നോഹ 120 വർഷം നീതിപ്രസംഗിയായി പ്രസംഗിച്ചെന്ന്. നീതിയുടെ വചനം പ്രസംഗിച്ചു. ആ പ്രസംഗം കേൾക്കാത്ത വിധത്തിൽ ജനമെന്ത് ചെയ്തു? ഉല്ലാസമോഹങ്ങളാൽ, വെറുക്കുത്തുകളാൽ, ജഡികമായ ജീവിതത്താൽ, കാമവികാരത്താൽ, ജഡികമായ ഉല്ലാസത്താൽ, പരസംഗത്താൽ, അന്നത്തെ കാലഘട്ടത്തിലും
ഇന്നത്തെ കാലഘട്ടം പോലെ അവർ മതിച്ച് പുളച്ച് കിടന്നുറങ്ങി. സുവിശേഷം കേൾക്കാൻ കഴിയാതെ കാതുകളെ അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അവരുടെ മേലെ ന്യായവിധി വന്നത്. ഇന്നും നിങ്ങൾ കണ്ടിട്ടില്ല, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ചിലർ ഇരുന്ന് ഉറങ്ങും. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ മയക്കം വരും. ഏതെങ്കിലും വീടുകളിൽ ചെന്ന് സുവിശേഷം പറയുമ്പോൾ, യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, അതുവരെ ടിവിയുടെ മുമ്പിൽ നിന്ന് റിയാലിറ്റി ഷോ കണ്ട്, സീരിയല് കണ്ട്, മൊബൈല് കണ്ടു പറിക്കാതെ തോണ്ടിക്കൊണ്ടിരുന്നവൻ സുവിശേഷം കേൾക്കുമ്പോൾ ഉറങ്ങാൻ തുടങ്ങും. ഹല്ലേലൂയ. സുവിശേഷം പറയാൻ തുടങ്ങും, ഉറങ്ങാൻ തുടങ്ങും. ഉല്ലാസമായി ആ ഉല്ലാസത്തിന്റെ മോഹങ്ങളിൽ കുടുങ്ങി അവരെ പിശാചങ്ങ് ഉറക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, നീ സുവിശേഷം കേൾക്കണമെന്ന് സ്തോത്രം. നിന്റെ കുടുംബത്തെ, നോഹയുടെ കുടുംബത്തെ രക്ഷിച്ചതുപോലെ ദൈവം രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നു. നീ ചോദിക്കാറ്, എന്റെ കുടുംബത്തെ ആര് രക്ഷിക്കും? എന്റെ ഭർത്താവിനെ ആര് രക്ഷിക്കും? എന്റെ ഭാര്യ ആര് രക്ഷിക്കും? എന്റെ മക്കളെ ആര് രക്ഷിക്കും? എന്റെ മാതാപിതാക്കളെ ആര് രക്ഷിക്കും? ഈ രോഗത്തിൽ നിന്നെ ആര് വിടുവിക്കും? ശാപത്തിൽ നിന്ന് വിടുവിക്കും? ഈ കടബാധയിൽ നിന്നെ ആര് വിടുവിക്കും? എന്റെ കണ്ണുനീരിൽ നിന്നെ ആര് വിടുവിക്കും? ഈ ദുഃഖത്തിനെ ആര് വിടുവിക്കും? തകർന്ന ജീവിതത്തിന് ആര് ക്രമീകരിക്കും എന്നൊക്കെ നീ ചോദിക്കാറില്ലേ? നീ ചോദിക്കുമ്പോൾ അതിന് അപ്പുറത്തൊരു വാക്ക് കിടപ്പുണ്ട്. എന്താ? നീ നീതിപ്രസംഗിയായ നോഹയെപ്പോലെ നീ കർത്താവിന് വേണ്ടി കർത്താവിന്റെ ശബ്ദമായി മാറിയാൽ, അല്ലെങ്കിൽ നീതിയുടെ ശബ്ദമായി മാറിയാൽ, നിന്റെ ചോദ്യങ്ങൾക്കും നിന്റെ പരാതികൾക്കും പരിഭവങ്ങൾക്കും എല്ലാം ദൈവം മറുപടി തന്ന് നോഹയും കുടുംബത്തെ വിടുവിച്ചതുപോലെ നിന്നെയും കുടുംബത്തെ ദൈവം വിടുവിക്കും. രക്തം ചെയ്യും. ഇന്ന് പകൽ ചിലരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന ശക്തമായി തോത് നിന്റെ കുടുംബത്തെ ദൈവം വിടുവിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന പാപത്തിൽ, ശാപത്തിൽ നിന്ന്, ദുരന്തത്തിൽ നിന്ന്, കണ്ണുനീരിന്റെ നടുവിൽ നിന്ന് ദൈവം നിന്റെ കുടുംബത്തെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. നീ അതിനെ താല്പര്യപ്പെടുന്നുണ്ടോ? നീ അത് ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ കുടുംബത്തിന്റെ സമാധാനം നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ കുടുംബത്തിന്റെ രക്ഷ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നല്ലൊരു ജീവിതം നീ ആഗ്രഹിക്കുന്നുണ്ടോ? നല്ലൊരു സ്വസ്ഥത നീ ആഗ്രഹിക്കുന്നുണ്ടോ? നല്ലൊരു വിശ്രമം നീ ആഗ്രഹിക്കുന്നുണ്ടോ? നല്ലൊരു ഉറക്കം, സമാധാനത്തോടെ ഒന്ന് ഉറങ്ങുവാൻ, സമാധാനത്തോടെ ഒന്ന് ഭക്ഷണം, വീട്ടിലിരുന്ന മക്കളും അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും എല്ലാം ഒന്നിച്ചിരുന്ന് സമാധാനത്തോടെ ഭക്ഷണം കഴിക്കുന്ന അനുഭവം നീ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുക. നോഹയുടെ കുടുംബം ദൈവത്തിന് വേണ്ടി വിധേയപ്പെട്ടതുപോലെ, സമർപ്പണം ചെയ്തതുപോലെ നീ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നിന്റെ നീതി പ്രസംഗിയായി ദൈവം തിരഞ്ഞെടുത്ത് നിന്നിലൂടെ നിന്റെ കുടുംബത്തെ ദൈവം പണിതെടുക്കും. രക്തം ചെയ്യും. പിശാചിനെ നിന്റെ കുടുംബത്തിനകത്ത് യേശു തുരത്തി ഓടിക്കും. നിന്റെ തലമുറയെ നിന്നെ തകർക്കുന്ന പൈശാചിക ശക്തികൾ നിന്റെ കുടുംബത്തിൽ നിന്ന് എന്നേക്കുമായി പുറത്തു പോകും. രക്തം ചെയ്യും. അതെ, നിന്നെ ദൈവം തെരഞ്ഞെടുക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ആമീൻ നോഹ ഹല്ലേലൂയ സ്തോത്രം പ്രസംഗിച്ചത് കേൾക്കുവാൻ കഴിയാതെ വണ്ണം ആമീൻ ജനത്തിന്റെ ഹല്ലേലൂയ ആമീൻ ഹൃദയത്തെ, ചെവികളെ പിശാച് അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം അല്ലെങ്കിൽ 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. സ്തോത്രം സ്തോത്രം. 2 കൊരിന്ത്യരുടെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ദൈവപ്രതിരൂപമായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് ഉരുടാക്കി. നോഹയുടെ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും ദൈവപ്രതിരൂപമായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം അല്ലെങ്കിൽ ശോഭിക്കാതിരിക്കാൻ, ജനങ്ങളുടെ ഹൃദയങ്ങൾ വെളിപ്പെടാതിരിക്കാൻ, അവര് പാപബോധം വരാതിരിക്കുവാൻ, അവർ മാനസാന്തരപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു. ഈ ലോകത്തിന്റെ ദൈവം, ഈ ലോകത്തിന്റെ ശക്തി സാത്താൻ അവിശ്വാസികളുടെ ഹൃദയത്തെ, മനസ്സിനെ കുരുടാക്കി കളഞ്ഞുവെന്നാണ്. അതെന്റെ പിശാചിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കണം. ഹല്ലേലൂയ. മാനസാന്തരം സമയം ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും ജാഗ്രതയോടെ തിരുവചനം നിങ്ങൾ പ്രസംഗിക്കണം. നന്മ ചെയ്യുന്ന മടുത്തു പോകരുത്, തളർന്നു പോകാൻ ഞാൻ തക്ക സമയത്ത് നാം പൊയ്യും. ഹല്ലേലൂയ. ആമി നമ്മൾ ഗലാത്യലേഖനം 3:9 വരുമ്പോൾ 3:9 വരുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. കൊരിന്ത്യർ ലേഖനത്തിലേക്കൊക്കെ വരും നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. 3:9 ഹല്ലേലൂയ. ഞാൻ നട്ടു, ഹല്ലേലൂയ സ്തോത്രം, അപ്പല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കുന്നത്. അതെ, നീ വിതയ്ക്കണം ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. നീ വിതയ്ക്കണം, ദൈവത്തിന്റെ വചനം വിതയ്ക്കണം, സുവിശേഷം പറയണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ഹല്ലേലൂയ. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നുവെന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 9:4 കാണുന്നുണ്ട്. ദൈവം നിന്നെ ആക്കി വെച്ച സ്ഥാനത്ത് നീ വിശ്വസ്തയോടെ
കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്ന് കർത്താവിന് വേണ്ടി നീ പ്രയോജനപ്പെടണം. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് നോഹയെ ഏൽപ്പിച്ച ചുമതലകളിൽ ഒന്നാമത്തെ ചുമതല പെട്ടകം പണിയുക എന്നുള്ളതായിരുന്നു. സ്തോത്രം. ആ പെട്ടകത്തിന്റെ പണി നോഹ ചെയ്തു. രണ്ടാമത്തെ ചുമതല എന്ന് പറയുന്നതായിരുന്നു നീതി പ്രസംഗിക്കുക എന്ന് പറയുന്നത്. സ്തോത്രം. അങ്ങനെ 4 ചുമതലകളാണ് കൊടുത്തത്. ഒന്നാമത്തെ പെട്ടകം പണിയെ, രണ്ടാമത്തെ നീതി പ്രസംഗിക്കുക. 3, 4 ഒക്കെ മൂന്നാമത്തെ 4ാമത്തെ ചുമതലകൾ നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കാം. അത് ദൈവം നിന്റെ ചില ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുക. നീ പെട്ടകം പണിയണം. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ നിന്റെ ജീവിതത്തെ പണിതെടുക്കണം. നീ നീതി പ്രസംഗിയായി മാറണം. നീ നീതി പ്രസംഗിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് എന്നെ കേൾക്കുന്ന മാതാപിതാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നോഹയെ പോലെ നിനക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ഞാനിപ്പോഴും പറയാം, എത്ര കാലമായി നീ കരയാൻ തുടങ്ങിയിട്ട്, എത്ര കാലം നീ കണ്ണീരൊഴുക്കാൻ തുടങ്ങിയിട്ട്, നിനക്കൊരു നന്മയ്ക്ക് വേണ്ടി, ഒരു അനുഗ്രഹത്തിന് നീ എത്രയോ കാലമായി നിലവിളിക്കാൻ തുടങ്ങിയിട്ട്, നിന്റെ ചില ആവശ്യങ്ങൾ എത്രയോ കാലമായി നീ ആളുകളോട് പറയാൻ തുടങ്ങിയിട്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, അതിന് മറുപടി യേശു തരാൻ പോവുക. മറുപടി നീ ഒരാളോടെങ്കിലും സുവിശേഷം പറയുന്നെങ്കിൽ, ഒരു ദിവസം ഒരാളോടെങ്കിലും നീ സുവിശേഷം പറയുന്നെങ്കിൽ, നോഹയെ പോലെ നീ നീതി പ്രസംഗിയായി ഒരാൾക്കെങ്കിലും നീ ട്രാക്ട് കൊടുക്കുന്നെങ്കിൽ, നീ ഒരു ദിവസം ഒരു ഭവനത്തിലെങ്കിലും ചെന്ന് പോയി അവർക്ക് വേണ്ടി അവിടെ സങ്കടങ്ങൾ കേട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നീ തയ്യാറാകുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ സകല പ്രശ്നത്തിന് ദൈവം മറുപടി തരും. രക്തം ചെയ്യും. ഇന്ന് നിങ്ങൾ ചിലരുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരാൻ പോവുക. നിങ്ങൾ ചിലരുടെ കുടുംബത്തിന്റെ ശാപത്തെ ദൈവം മാറ്റാൻ പോവുക. നിങ്ങളുടെ കുടുംബത്തിന്റെ ബന്ധനത്തെ ദൈവം അഴിക്കാൻ പോവുക. നാളുകളായി നിന്റെ തലമുറയെ തകർക്കുന്ന കൂട്ടുകെട്ടുകളും ദൈവം നിന്റെ തലമുറയെ വിടിവിക്കാൻ പോവുക. അമിതമായ മദ്യപാനത്തിനും അല്ലെങ്കിൽ അടിമപ്പെട്ട് നിന്റെ കുടുംബത്തിനകത്ത് വന്ന് കലഹമുണ്ടാക്കുന്ന ഭാര്യയും മക്കളെ ഇടിക്കുന്ന, അപ്പനെ ഇടിക്കുന്ന, ഉപദ്രവിക്കുന്ന ചില സഹോദരന്മാരെ ദൈവം സന്ദർശിക്കാൻ പോവുകയാണ്. മദ്യത്തിനും മയക്കുവിനും അടിമപ്പെട്ട് കിടക്കുന്ന യുവാക്കന്മാരെ ദൈവം സന്ദർശിക്കാൻ പോവുകയാണ്. ക്രിമിനൽ കുറ്റവാളികളായി ക്രിമിനൽ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ചിലരെ ദൈവം സന്ദർശിക്കാൻ പോവുകയാണ്. ദൈവം നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി അയക്കാൻ പോവുകയാണ്. അത് നീ കർത്താവിന് പ്രയോജനമുള്ളവനാ. നീ എത്ര വലിയ പാപിയായിരുന്നാലും, കൊടും ക്രൂരത പ്രവർത്തിക്കുന്ന ആളായിരുന്നാലും, ദൈവം നിന്നെ തെരഞ്ഞെടുത്ത് നീതി പ്രസംഗിയാക്കി മാറ്റി നിന്നെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. രക്തം ചെയ്യും. അതേ സ്നേഹിത, നിന്നെ കുറിച്ച് ദൈവത്തിന് പ്ലാനുണ്ട്. അല്ലെങ്കിൽ പുരാതന ലോകത്തെയും ഭക്തികെട്ട ജനത്തെയും ആദരിക്കാതെ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നോഹയുടെ കുടുംബത്തെ ദൈവം തെരഞ്ഞെടുത്തതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും വേർതിരിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ ഹൃദയം നീ യേശുവിനോട് കൊടുക്ക. വിശ്വസിക്കുന്ന കർത്താവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്ക. ഇന്നലകളിലെ സങ്കടത്തെ നീക്കുവാൻ, ദുഃഖങ്ങളെ മാറ്റുവാൻ യേശുവിനെ കഴിയും. രക്തം ചെയ്യും. നിന്റെ കുടുംബത്തെ ദേശത്ത് കർത്താവ് മാനിക്കും. നിന്റെ തകർച്ചയെ ദൈവം മാറ്റും. നിന്റെ കണ്ണുനീരൊപ്പാൻ ഈ ഭൂമിയിൽ ആരും കാണത്തില്ല. പക്ഷെ നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ യേശു നിന്റെ അരികെ നിൽപ്പുണ്ട്. നിന്റെ സകല സങ്കടങ്ങളും പ്രയാസങ്ങളും കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് യേശു നിന്റെ ചാരത്ത് നിൽക്കുന്നുണ്ട്. അവന്റെ കയ്യിലേക്ക് നീ ഒന്ന് വിട്ടുകൊടുത്താൽ, സ്തോത്രം, നിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഇന്ന് പകലിനോടൊപ്പം പറയാം, കർത്താവേ, നീതി പ്രസംഗിയായ നോഹയെ പോലെ അങ്ങേക്ക് വേണ്ടി സുവിശേഷം പ്രസംഗിക്കുവാൻ, അങ്ങയുടെ വചനം പറയുവാൻ, അനേകർക്ക് വേണ്ടി ഇടിവി നിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ എന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. സുവിശേഷം പ്രസംഗിക്കുവാൻ എന്റെ മേലിൽ ആ നിർബന്ധം അങ്ങ് തരുന്നതിനായ സ്തോത്രം. എന്റെ ഇന്നലകളിലെ പാപങ്ങളെല്ലാം ഞാൻ ഏറ്റുപറഞ്ഞ് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ലോകത്തോട് പ്രസംഗിക്കുവാൻ എന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നപ്പാ. അങ്ങനെ പാപം കഴുകി ശുദ്ധീകരിച്ച് വെടിപ്പാക്കി അവിടുത്തെ മകനാക്കി മകളാക്കി മാറ്റി അങ്ങനെ പിതാവായി എന്നിലേക്ക് വരണമേ, എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് നിന്റെ സകല പ്രശ്നങ്ങൾ മാറും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം.
ഈ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ട് വലിയവരെയും ചെറിയവരെയും ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ശേഷത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യുവനത്തിലും വാർത്തയിൽ ആരും വൃത്തരസെന്ന യാചകർ ഓർഫനേജിലോട്ട് തണ്ടവറയിൽ അയക്കുന്ന വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ഓപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി, ട്രൈബൽ മേഖലകളെ, കരസേന, വ്യോമസേന, നാവികസേന, ആമികൾ, BSF, CRPF, ക്രമസമാധാന നിയമനിർമ്മാണം, രഹസ്യ വിഭാഗങ്ങൾ, പോലീസിന്റെ വിവിധ വകുപ്പുകളും ജുഡീഷ്യൽ വകുപ്പുകളും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരയിലും കടലിലും ആകാശമാർഗം വാഹനോടി യാത്ര ചെയ്ത് സഞ്ചരിക്കുന്നവർ, മാർഗനിർമ്മാണം, സെയിൽസുകാർ, കർത്താവ്, കടലോര വാസികളും തീരദേശവാസികളും, സമുദ്രത്തെ ആളുകളും കനികളും കമ്പനികളൊക്കെ ജോലി ചെയ്യുന്നവർ, ചെറുതുപലുമായില്ല വ്യാപാരികളും വ്യവസായികളിലെയും കഴിവുര കച്ചവടക്കാരെ, സഹകരണയിലും പുതുമേഖല, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, പൊതുമേഖലയില് കർത്താവ്, കൺസ്ട്രക്ഷൻ രംഗത്ത്, മെക്കാനിക്കൽ, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ, അല്ലേരിയ കർത്താവ്, ഹരിയര, മാറ്റ ഫർണിച്ചർ പാർട്ടികൾ, മത, സാമൂഹിക, സാംസ്കാരിക സംഘടനാ രംഗത്ത്, ചരിത്ര, മാധ്യമ, മീഡിയ രംഗത്ത്, സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, ദേശത്തും വിദേശത്തും മറ്റു സംസ്ഥാനങ്ങളിൽ ജോലിക്ക് കടന്നുപോയി ജോലി ചെയ്യുന്നവർ, കഷ്ടതയുടെ നടികൾ കടന്നു മദ്യപാനികൾ, വെറുപ്പുത്തുകാർ, തുറന്നറപ്പുകാർ, മയക്ക് അടിമക്കപ്പെട്ടവർ, കണ്ണിൽ പശ്ചാത്തലപ്പെട്ടവർ, ജയിലിടെ കിടക്കുന്നവർക്കെല്ലാം ഒരു വിടുതൽ ദൈവം കൊടുക്കണമേ. ശാപത്തിനും പാപത്തിനും രോഗത്തിനും ബന്ധനത്തിനും വരണാസിലായിരിക്കുന്നവർക്കെല്ലാം ഒരു വിടുതൽ കൊടുക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദേശരാജ്യങ്ങളിൽ കഠിനാധ്വാനം ചെയ്യുന്നവർ, കഷ്ടത അനുഭവിക്കുന്നവർ, വിസ നഷ്ടപ്പെട്ട നാട്ടിൽ കഴിയാൻ സാഹചര്യം കിട്ടാതെ ആമയും വീട്ടു ജോലിക്കായി കടന്നു കഷ്ടം സഹിക്കുന്നവർ, സൗരന്മാർ അവർക്കെല്ലാം ഒരു വിടുതൽ ദൈവം കൊടുക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിടുതൽ കൊടുക്കണമേ. അല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ കർത്താവേ, യാത്ര ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ദേശവിദേശക്കാരനെ ബിസിനസ് ചെയ്യുന്നവരെ എല്ലാം ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ജനത്തൊരു മാനസാന്തരം കൂടെ മടങ്ങി കൊടുക്കണം. നിധി പ്രശ്നയായ ഈ കുടുംബത്തെ നിങ്ങൾ വിടിവിച്ചതുപോലെ ഈ ഭക്തികെട്ട ലോകത്തെ ജനത്തെ വിടിവിക്കണം കർത്താവേ. അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തിയ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.